അധികം അങ്ങനെ ആരും പറയാത്തൊരു കോഴ്സ്, ആർക്കും അങ്ങനെ ഇതിനെപ്പറ്റി വലിയൊരു നോളജോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്തരത്തിലൊരു കോഴ്സിനെ പറ്റിയാണ് ഇന്നും നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും നമ്മൾ സംസാരിച്ച അങ്ങനെ ആർക്കും അറിയാത്തൊരു കോഴ്സായിരുന്നു BSLP. അതേപോലെ തന്നെ അതിനു മുമ്പ് നമ്മൾ BPTയെ പറ്റി സംസാരിച്ചു. ഇതെല്ലാം ഒരു കോമൺലി ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു പ്രാക്ടീസിങ് കോഴ്സാണ്. പ്രാക്ടീസിങ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഉള്ള ഒരു മറ്റൊരു പ്രാക്ടീസിങ് കോഴ്സാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. BOT, അതായത് ബാച്ചിലർ ഓഫ് ഒക്യുപ്പേഷൻ തെറാപ്പി. ഒക്യുപ്പേഷൻ തെറാപ്പിയുടെ പേര് തന്നെ ഒരു കൗതുകമുണ്ട്. അതായത് ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, ജോലി. ജോലിയുടെ ഒരു കോഴ്സാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ പല കുട്ടികളും ഇതിനെപ്പറ്റി അറിയാവുന്നവർ, അതായത് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുള്ളവരൊക്കെ ജസ്റ്റ് നമ്മളോട് വന്ന് ഇതെന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് എന്താണ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതിനുശേഷം ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും പറയാം. ഓക്കെ, സോ BOT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികള്, അതേപോലെ തന്നെ നമ്മളിപ്പോ രാവിലെ എഴുന്നേറ്റിട്ട് രാത്രി കിടക്കുന്നിടം വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും എടുക്കുക. ആ എല്ലാ ആക്ടിവിറ്റീസില് നമുക്ക് നമ്മളായിട്ട് ചെയ്യാൻ പറ്റാത്ത, മീൻസ് നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തോ അല്ലെങ്കിൽ വേറെ എന്തിനേലും മെഷീൻസിനെ എന്തിനേലൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യേണ്ട ഒരു അവസ്ഥ. ആ ഡിപ്പെൻഡൻസി, അതായത് ആ ആശ്രയിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ തെറാപ്പി, ഇതൊരു തെറാപ്പിയാണ്, ഈ തെറാപ്പിയിലൂടെ മാറ്റി നമ്മളെ ഇൻഡിപെൻഡന്റ് ആക്കുന്നു. അതായത് അത് ഏത് ആക്ടിവിറ്റി ആയിക്കോട്ടെ, ഇപ്പൊ നമ്മളിപ്പോ ബ്രഷ് ചെയ്യുന്ന ആക്ടിവിറ്റി എടുത്തോ അല്ലെ കുളിക്കുന്ന ആക്ടിവിറ്റി എടുത്തോ, അങ്ങനെ എന്ത് വേണേലും എടുത്തോ, അതിനകത്തില് ഏതിലാണെങ്കിലും എന്തുകൊണ്ടെങ്കിലും നമുക്ക് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്തിലൊരു എല്ലാത്തിനും ഒരു തെറാപ്പി ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് അത് പരിഹരിക്കാൻ പറ്റും. ഇത് കൂടുതലായിട്ട് ഇപ്പം ആക്സിഡന്റ് ഒക്കെ പറ്റി കിടക്കുന്നവരെ നമ്മൾ ഈ BPT ചെയ്യും. ഇപ്പൊ BPT ചെയ്യുന്നത് അവരുടെ എല്ലിനെ ആ ഒരു രീതിയിലോട്ട് മാറ്റാനാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ പഴയ പോലെ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് ഒരു BOT പഠിച്ച് ഓക്യുപ്പേഷൻ തെറാപ്പി പഠിച്ചൊരു ആളെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഉള്ള ബാക്കിയുള്ള സിറ്റുവേഷൻ, അത് നിങ്ങളൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. ഞാനിപ്പോ ആദ്യം പറഞ്ഞ പോലെ ബുദ്ധിമാന്ദ്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു തെറാപ്പിസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് അവരെ ട്രെയിൻ ചെയ്ത് ആ കാര്യങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റും. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴ്സിന്റെ മെയിൻ ഐഡിയ. ഓക്കെ, അതെല്ലാവരും കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇതിന്റെ ഒരു ജോലി സാധ്യതയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽസിൽ വലിയൊരു നമ്പർ ഓഫ് ജോബ് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവാറില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ക്ഷമ കാര്യങ്ങളും ഒക്കെ ഉള്ളവർക്ക് ഈ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിനിക്ക് ബേസ് ചെയ്തിട്ട് ഉള്ള ജോലി സാധ്യതയുണ്ട്. ഇതിനായിട്ട് സ്പെഷ്യൽ ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇതിനായിട്ട് മാത്രം ഉള്ള ഏജൻസീസ്, അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അതാണ് ഞാൻ പ്രാക്ടീസിങ് കോഴ്സ് എന്ന് പറഞ്ഞത്. ഇപ്പൊ MBBSഉം അതേപോലെ തന്നെ BPTയും BSLP ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ആൾക്കാരെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ ഈ കോഴ്സ് പഠിച്ചാലുണ്ട്. സോ അതിനനുസരിച്ചുള്ള ജോലി സാധ്യതയുണ്ട്. കൂടുതലും യൂറോപ്യൻ കൺട്രികളിലൊക്കെ ഇതിനായിട്ട് മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലുകൾ പോലെയും അല്ലെങ്കിൽ ഏജൻസി പോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടൊക്കെയാണ് കൂടുതലായിട്ട് ജോലി സാധ്യത വരുന്നത്. ഇവർക്ക് സ്വന്തമായിട്ടൊരു അസോസിയേഷൻ ഉണ്ട്. അതായത് BPT പഠിച്ചവർക്ക് സ്വന്തമായിട്ട് വേൾഡിൽ മൊത്തത്തിലൊരു അസോസിയേഷൻ ഉണ്ട്. ആ അസോസിയേഷൻ വർക്ക് ചെയ്യുന്ന എല്ലാ കൺട്രികളിലും നമുക്ക് ജോലി സാധ്യത വരുന്നുണ്ട്. സോ എവിടെ പോയാലും അത് ഓൾമോസ്റ്റ് ഇപ്പൊ ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ വരുന്ന 200ഓളം രാജ്യങ്ങളും അതിനകത്ത് രജിസ്റ്റേർഡ് ആണ്. ആ 200 രാജ്യങ്ങളിൽ എവിടെ ചെന്നാലും നമുക്ക് ഇതിനകത്തൊരു ജോലി സാധ്യത കൺഫേം ആയിട്ടുണ്ട്. നമുക്ക് അതേപോലെ തന്നെ ഇന്ത്യയുടെ ഒരു സെനാരി വെച്ച് നോക്കാൻ വളരെ കുറച്ച് കോളേജുകളിലേ ഉള്ളൂ ഇതിന് സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിപ്പോ കേരളത്തിലാണെങ്കിൽ വളരെ കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 താഴെ മാത്രമേ സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. അത് LBS ത്രൂ ആണ് അതിന്റെ അഡ്മിഷൻ പോകുന്നത്. അതല്ല എങ്കിൽ നമുക്ക് കർണാടക ബേസ് ചെയ്തിട്ട് മംഗലാപുരം, ബാംഗ്ലൂർ സൈഡിലൊക്കെ കുറച്ച് കോളേജുകളുണ്ട്. അതും കുറച്ച് കോളേജുകളിലേ ഉള്ളൂ. അവിടെ തന്നെ ഭയങ്കര ഡിമാൻഡാണ്. സോ ഇത് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സീറ്റിന് അത്ര ഡിമാൻഡാണ്, അതിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന് ശേഷം നമുക്ക് PG ലെവലുള്ള കോഴ്സ് ഉണ്ട്. അതായത് ഇതിന്റെ PG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MOT എന്ന് പറയും, മാസ്റ്റർ ഓഫ് ഒക്യുപ്പേഷൻ തെറാപ്പി ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഇതിനകത്തില് ഏതെങ്കിലും ഒരു ഏരിയ, ചിലപ്പോൾ നമുക്ക്
പീഡിയാട്രിക് ഏരിയ ആയിരിക്കും, ചിലർക്ക് ഓർത്തോ ഏരിയ ആയിരിക്കും, ചിലർക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോരോ ഏരിയയിൽ വെച്ചിട്ട് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റും. എന്നിട്ട് അതിനനുസരിച്ച് തന്നെ ജോലി ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ PhD എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടീച്ചിങ് പ്രൊഫഷനിലോട്ടും ഒക്കെ പോകാൻ പറ്റും. അങ്ങനെ ജോലി സാധ്യത പല രീതിയിലുണ്ട്. ഹയർ സ്റ്റഡീസ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ആ രീതിയിൽ തന്നെ മൂവ് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെയാണ് ഈ കോഴ്സിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ. 4 വർഷത്തെ കോഴ്സാണ് പൊതുവെയുള്ള യൂണിവേഴ്സിറ്റികൾ വരുന്നത്. ചില യൂണിവേഴ്സിറ്റികളിൽ 3 വർഷത്തെ കോഴ്സ് ഉണ്ട്. 4 വർഷത്തെ കോഴ്സ് വന്നു കഴിഞ്ഞാൽ കോഴ്സ് പ്ലസ് നമുക്കൊരു 6 മാസത്തെ ഇന്റേൺഷിപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത്രയാണ് കോഴ്സിന്റെ മീൻസ് ഡ്യൂറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. പിന്നെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PCB ആണ് വരുന്നത്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 വിഷയത്തിന് 50% കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോഴ്സിന് പഠിക്കാൻ പറ്റും നോർമലി. പക്ഷേ സീറ്റ് കുറവായതുകൊണ്ട് തന്നെ നല്ല മാർക്ക് ഉണ്ടെങ്കിലേ പല കോളേജുകളിലും നമുക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ഐഡിയ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നമുക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്നിടം വരെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജോബ് റിലേറ്റഡ് ഇത്, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങള്, നമ്മൾ ഓടുകയാണെങ്കിൽ ഓടുക, നടക്കുകയാണെങ്കിൽ നടക്കുക, എന്ത് കാര്യങ്ങളും ഒക്കെ ആയിക്കോട്ടെ, അത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, മറ്റൊരാളെയോ മറ്റൊരു മെഷീനെയോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ, ആ അവസ്ഥയെ ഒരു തെറാപ്പി എന്ന രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു തെറാപ്പിസ്റ്റിന്, ഒരു ഒക്കുപേഷൻ തെറാപ്പിസ്റ്റിന് അത് മാറ്റിയെടുക്കാൻ പറ്റും. ഇതാണ് അവരുടെ ജോലി. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. അപ്പൊ ഇതിന്റെ ജോലി സാധ്യത അതിനനുസരിച്ച് പരന്നു കിടക്കുകയാണ്. നല്ല സാലറി, നല്ല ജോലി സാധ്യതയുണ്ട്. ഇത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഔട്ട്സൈഡ് സെറ്റിൽമെന്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. ഈ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇതിന്റെ മീൻസ് കോളേജുകളെ പറ്റിയോ അല്ലെങ്കിൽ ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയറിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. അതിനുള്ള കോണ്ടാക്ട് ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, മറ്റെല്ലാ കാര്യങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും എല്ലാം കിട്ടും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.